ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 1 കോടി രൂപയുടെ ചിട്ടിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 1 ലക്ഷം രൂപ വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന 1 കോടി രൂപയുടെ ചിട്ടി. അപ്പോൾ അതിൻ്റെ കാലാവധി വന്നിട്ട് 100 മാസമാണ്. മാസത്തിൻ്റെ അടവ് വന്നിട്ട് 1 ലക്ഷം രൂപയാണ്. ചിട്ടിയുടെ സ്ഥലം വന്നിട്ട് 1 കോടി രൂപയാണ്. ലോണിനെ അപേക്ഷിച്ച് ചിട്ടിക്ക് പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. കാരണം നമ്മൾ പണ്ടൊക്കെ ഇപ്പോൾ വീട് വെക്കാനാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാഹനം മേടിക്കാനാണെങ്കിലും എന്തൊരു കാര്യത്തിനും നമ്മൾ പെട്ടെന്ന് ലോണിലേക്കാണ് പോകുന്നത്. അതിൽ നിന്ന് വേറിട്ട് ചിന്തിച്ചു തുടങ്ങിയ ആളുകൾ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടിക്ക് ഇപ്പോൾ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലോണിലേക്ക് പോകുമ്പോൾ ഭാരിച്ച പലിശയും വരും. അപ്പൊ അത് അടയ്ക്കാനുള്ള പ്രയാസം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ലോൺ അടച്ചു കഴിയുമ്പോൾ ലക്ഷങ്ങളുടെ പലിശയായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ചിട്ടി എത്രയോ ലാഭമാണ്. ലോണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിട്ടിക്ക് പ്രാധാന്യം വർദ്ധിക്കാനുള്ള കാരണം ഈ ചിട്ടിയിൽ ലോണിനെ പോലെ പലിശ ഇതിലില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് മാസം അടയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചിട്ടികൾ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ സേവിങ്സ് ആക്കി മാറ്റാൻ അത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പലിശ ലഭിക്കും. ആ പലിശയും പ്ലസ് അതിൽ കിട്ടുന്ന ഡിവിഡൻഡും കുറച്ച് പിന്നീട് എത്ര അടച്ചാൽ മതി എന്നതിനെ കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ മേൽബാധ്യതയ്ക്കുള്ള ജാമ്യം കൊടുത്ത് ആ ഫണ്ട് റിലീസ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 100 മാസത്തിന്റെ ചിട്ടി എന്ന് പറയുന്നത് നല്ല ഡിവിഡൻഡ് ലഭിക്കുന്ന ചിട്ടി കൂടിയാണ് 100 മാസത്തിന്റെ ചിട്ടി. ഒരു സേവിങ്സ് ചിട്ടിയായിട്ട് നമുക്ക് ചേരാൻ പറ്റുന്ന ചിട്ടിയാണ് ഈ 100 മാസം കാലാവധി വരുന്ന ചിട്ടി എന്ന് പറയുന്നത്. 30% താഴ്ന്ന് മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 70 ലക്ഷം രൂപയും മാക്സിമം ഈ ചിട്ടിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 95 ലക്ഷം രൂപയാണ്. അപ്പൊ ഈ ചിട്ടി 30% താഴ്ന്ന് മിനിമത്തിന് വിളിക്കുന്ന സമയത്ത് 70 ലക്ഷം രൂപയാണ് കിട്ടുന്നത് പറഞ്ഞു. കാരണം ഈ ചിട്ടിയിൽ ഇപ്പൊ 30% താഴ്ന്ന് മിനിമത്തിന് വിളിക്കുക എങ്ങനെ ഒരു 40, 50, 60 ആളുകളൊക്കെ ഉണ്ടാവും. കാരണം ഇത് കാലാവധി കൂടിയ 100 മാസത്തിന്റെ ചിട്ടിയാണ്. അപ്പൊ ഈ 100 മാസത്തിന്റെ ചിട്ടിയിൽ 100 ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഫണ്ട് അത്യാവശ്യം വേണ്ട ആളുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ ചിട്ടി കിട്ടിക്കഴിഞ്ഞാൽ KSF തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ പല തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ അവരുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യാവുന്നതാണ്. അതായത് ഡെപ്പോസിറ്റ് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഫണ്ട് മേൽബാധ്യതയ്ക്കുള്ള ജാമ്യം കൊടുത്ത് ആ ഫണ്ട് റിലീസ് ചെയ്തെടുത്ത് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് എത്ര കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അറിവിലേക്കായിട്ടൊന്ന് ഇത് പറയുന്നത്. കാരണം ഈ പറയുന്ന സംഖ്യകളിൽ ചിട്ടി കിട്ടി ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അത് എത്ര കാലാവധി ഉണ്ടോ ആ കാലാവധിക്ക് ഇടുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് വാർഷിക അടിസ്ഥാനത്തിൽ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് ഒരു ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ പറയുന്നത്. ഫണ്ട് പലിശീനത്തിൽ വ്യത്യാസം വരുന്നതായിരിക്കും കേട്ടോ. അതായത് ഈ ചിട്ടി 30% താഴ്ന്ന് മിനിമത്തിന് വിളിക്കുകയാണെങ്കിൽ 70 ലക്ഷം രൂപ, മാക്സിമം ഈ ചിട്ടിയിൽ നിങ്ങൾക്ക് 95 ലക്ഷം രൂപ വരെ കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ചിട്ടി വിളിക്കാവുന്നതാണ്. അപ്പൊ ഈ ചിട്ടി 30% താഴ്ത്തി ഒരാള് വിളിച്ചു, ആള് KSF തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 70 ലക്ഷത്തിന്റെ ചിട്ടിയിൽ നിന്ന് GSTയും ഡോക്യുമെന്റേഷൻ ചാർജും കുറച്ച് കഴിഞ്ഞ് ബാക്കി 69,9,764 രൂപയാണ് KSFൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നിലവിൽ 8.5% പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് സാധാ FDക്ക് 7.75%, CSDT പറഞ്ഞ് ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ മേൽബാധ്യത ആ ലയബിലിറ്റി തുകയ്ക്ക് KSF ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് CSDT എന്നാണ് പറയുന്നത്. അതിന് 8.5% നിലവിൽ പലിശ നിരക്ക്. ഒരു ധനകാര്യ സ്ഥാപനത്തില് ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് ഏത് സമയം വ്യതിയാനം വരാൻ സാധ്യതയുണ്ട്. നിലവിൽ 8.5% CSDTക്ക് പലിശ കൊടുക്കുന്നത്. അത് നമുക്ക് ചിട്ടി കിട്ടുന്ന സമയത്ത് അപ്പോഴെന്താണോ പലിശ നിരക്ക് ആ പലിശയാണ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ നിലവിലത്തെ സാഹചര്യം അനുസരിച്ചാണ് ഈ പലിശ പറയുന്നത്. ഒരു വർഷത്തിൽ 5,87,329 രൂപയാണ് ഒരു വർഷത്തിൽ പലിശ കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ പലിശ നിരക്ക് ഞാൻ പറയുന്നത് വാർഷിക അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് ചിട്ടി കിട്ടുന്ന സമയത്ത്, അതായത് ഇത് 100 മാസത്തിന്റെ ചിട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ചിട്ടി കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് 10 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിട്ടി കിട്ടുന്നത്, ചിലപ്പോൾ 20 മാസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ആദ്യത്തെ മാസം തന്നെ കിട്ടും. അത് എപ്പോഴാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു മാസം ഒരു ലേലോ നടക്കുന്നത്. അപ്പോൾ ഒരു മാസം ഒരാൾക്കേ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണോ ചിട്ടി എമൗണ്ട് കിട്ടുന്നത് അപ്പം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ
നിങ്ങൾക്കായി ചിട്ടിയുടെ കാലാവധി 100 മാസം തികെ എത്ര മാസം ഉണ്ട് നോക്കുക. ആ മാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് പലിശ ലഭിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പലിശ ചിലപ്പോൾ ലഭിക്കണമെന്ന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ മുൻകൂട്ടി പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറയുന്നത്. അപ്പൊ ചെറിയ വ്യത്യാസങ്ങൾ പലിശ നിരക്കിലുണ്ട്. അതായത് പലിശ നിരക്കിലും ഉണ്ടാവും, അതേപോലെ തന്നെ കാലാവധിയുടെ അടിസ്ഥാനത്തിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ 12 മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു മാസത്തിന് നമുക്ക് പലിശ നിരക്ക് എന്ന് പറയുന്നത് 48,944 രൂപയാണ് ഒരു മാസം നിങ്ങൾക്ക് പലിശ ലഭിക്കുന്നത്. ഈ ചിട്ടി 30% പോകുന്നതെങ്കിൽ രണ്ടാമത്തെ അടവ് എന്ന് നിങ്ങൾക്ക് 75,000 രൂപയാണ്. കാരണം 25,000 രൂപ നിങ്ങൾക്ക് ഡിവിഡൻഡ് ലഭിക്കും. അപ്പൊ ആ ഡിവിഡൻഡ് കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഡിവിഡൻഡ് 25,000 കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി, അതായത് ഇൻട്രസ്റ്റ് പ്ലസ് ഡിവിഡൻഡും കൂടി കൂട്ടുന്ന സമയത്ത് 73,944 രൂപയാണ് നിങ്ങൾക്ക് ഒരു മാസം പലിശയും ഡിവിഡൻഡും കൂടി ലഭിക്കുന്നത്. ഫസ്റ്റത്തെ അടവ് വന്നിട്ട് 1 ലക്ഷം രൂപയാണ് വരുന്നത്. രണ്ടാമത്തെ അടവ്, ഈ ചിട്ടി 30% താഴ്ന്നു പോകുന്ന സമയത്ത് രണ്ടാമത്തെ അടവ് വരുന്നത് 75,000 രൂപയാണ്. കാരണം 25,000 രൂപ നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടും. അതേസമയത്ത് ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് പലിശയും കൂടി കിട്ടുന്ന സമയത്ത്, അതായത് 3ാമത്തെ മാസം തൊട്ട് പലിശ കിട്ടി തുടങ്ങും. കാരണം ആദ്യത്തെ മാസം ചിട്ടി കിട്ടി, KSF ഡെപ്പോസിറ്റ് ചെയ്തു. 2ാമത്തെ മാസം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് 3ാമത്തെ മാസം തുടങ്ങി നിങ്ങൾക്ക് പലിശ ലഭിച്ചു തുടങ്ങും. അങ്ങനെ പലിശ ലഭിക്കുന്ന സമയത്ത് ആ പലിശയും ഈ ഡിവിഡൻഡും കൂട്ടുന്ന സമയത്ത് 1,00,000 നിന്ന് 73,944 കുറയ്ക്കുന്ന സമയത്ത് 26,056 രൂപയാണ് 3ാമത്തെ അടവ് വരുന്നത്. ചിട്ടി പിടിച്ച ഡെപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് 3ാമത്തെ അടവ് അടയ്ക്കേണ്ടി വരുന്നത് 26,056 രൂപയാണ്. അതേ സ്ഥാനത്ത് ചിട്ടി ലഭിക്കാത്ത ആളുകൾക്ക് ഈ ചിട്ടിയിലെ 100 അംഗങ്ങൾക്കും 30% താഴ്ന്നാണ് ഈ ചിട്ടി പോകുന്നതെങ്കിൽ 25,000 രൂപ ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും, അതായത് 100 അംഗങ്ങൾക്കും രണ്ടാമത്തെ അടവ് തൊട്ട് 75,000 രൂപ അടച്ചാൽ മതി. 3ാമത്തെ അടവ് തൊട്ട് പിന്നെ വരുന്നത് ടോട്ടൽ 98 മാസം. 98 മാസത്തെ പലിശ കണക്കാക്കുന്ന സമയത്ത് 48,944 വെച്ചിട്ട് 98 മാസം നോക്കുന്ന സമയത്ത് 47,96,512 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത തുക 69,09,764 രൂപയാണ്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1,17,00,000 രൂപയോളാണ് നിങ്ങൾക്ക് കിട്ടുക. ഈ ചിട്ടിയിലെ ടോട്ടൽ ഡിവിഡൻഡ് ലഭിക്കുന്നത് ഏകദേശം 15 ലക്ഷം രൂപ വരെ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ്. കാരണം അത് 100 മാസം കാലാവധി ഉള്ളത് കൊണ്ട്. അപ്പൊ ഈ ചിട്ടിയിൽ 1 കോടിന്റെ ചിട്ടിയിൽ ഏകദേശം ഒരു 85 ലക്ഷം രൂപ വരെയാണ്, ഒരു 85 ലക്ഷം രൂപ വരെ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഈ ചിട്ടി കിട്ടി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്കാണ് 98 മാസത്തെ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അതേസമയത്ത് രണ്ടാമത്തെ അടവിലാണ് കിട്ടുന്നത്, അതായത് രണ്ടാമത്തെ നറുക്കിലാണ് നിങ്ങൾക്ക് ചിട്ടി കിട്ടുന്നതെങ്കിൽ 97 മാസത്തെ പലിശയാണ് ലഭിക്കുന്നത്. ഇനി 3ാമത്തെയാണ് കിട്ടുന്നതെങ്കിൽ 96 മാസത്തെ പലിശയാണ്. 4ാമത്തെയാണ് കിട്ടുന്നതെങ്കിൽ 95 മാസത്തെയാണ്. അങ്ങനെ ഓരോ മാസം നമുക്ക് ചിട്ടി കിട്ടാൻ വൈകുന്നതോറും ഓരോ മാസത്തെ പലിശ കുറയുന്നുള്ളൂ. ഇതിൽ ഡിവിഡൻഡ് ഏകദേശം എല്ലാവർക്കും തുല്യമാണ്, എല്ലാവർക്കും ഒരേപോലെയാണ് ലഭിക്കുന്നത്. അതായത് 30% താഴ്ത്തി വിളിക്കാൻ ആളില്ലാതാകുന്ന സമയത്ത് ഡിവിഡൻഡ് നിങ്ങൾക്ക് 25,000 എന്നുള്ളത് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ 75,000 രൂപ രണ്ടാമത്തെ അടവ് വരുന്നത് ചിട്ടി വിളിയാകുന്ന സമയത്ത് 75,000 എന്നുള്ളത് 80,000 വരും, 85,000 വരും. അങ്ങനെ 1,00,000 രൂപ വരെ ഈ ചിട്ടിയിൽ നിങ്ങൾക്ക് അടവ് വരാം. തന്നെ ചിട്ടി ചേരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചിട്ടിയെ കുറിച്ച് കൂടുതലായിട്ട് ആ ബ്രാഞ്ചിൽ തന്നെ ചെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ചിട്ടി ചേരുക. കാരണം ഞാൻ വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ചേരണമെന്ന് ഞാൻ നിർബന്ധിക്കാറില്ല. ചിട്ടി ചേരുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.